ഇനി അടുത്ത ഒരു ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി. ഡെഫിനിഷൻ നോക്കൂ. ലെറ്റ് എ കോമ ബി ബി എനി ഇവന്റ്സ് അസോസിയേറ്റഡ് വിത്ത് എ റാൻഡം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് ദ സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് ടു ഇവന്റ്സ്. എന്ത് സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് നടക്കുന്ന ഇവന്റുകളെ വിളിക്കുന്ന പേരാണ് സൈമിൾട്ടേനിയസ് ഒക്കറൻസ്. ഈസ് ഡിനോട്ടഡ് ബൈ എ ഇന്റർസെക്ഷൻ ബി, അതായത് എ ആൻഡ് ബി, എ കഴിഞ്ഞ് ബി സംഭവിക്കുന്നു, അതിനെ നമ്മൾ സൈമിൾട്ടേനിയസ് പറഞ്ഞു. അവിടെ രണ്ടെണ്ണം മാത്രമൊന്നുമില്ല, എ കഴിഞ്ഞ് ബി സംഭവിക്കുന്നു, എന്നിട്ട് സി സംഭവിക്കുന്നു, അങ്ങനെ ഓരോ ഇവന്റുകൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇവന്റുകൾ സൈമിൾട്ടേനിയസ് ഒക്കറൻസ് സംഭവിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറമാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ആൾസോ റിട്ടൺ ആസ് എ ബി എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം. ഇനി സൈമിൾട്ടേനിയസ് ഒക്കറൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടീഷണൽ പ്രോബബിലിറ്റിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രൂഫാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ബൈ കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇവിടെ നോക്കടാ, കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളതാണ്. നേരെ തിരിച്ച് എഴുതി നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഈ പ്രോബബിലിറ്റി ഓഫ് എ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഫോർമുലകളുണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ തിയറിയാണ്. പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം, അതായത് സൈമിൾട്ടേനിയസ് ഒക്കർ എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ ഒരു കാർഡ് ഡ്രോൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു കാർഡ് എടുത്തു, വീണ്ടും ഒരു കാർഡ് എടുത്തു, വീണ്ടും അടുത്ത കാർഡ് എടുത്തു, അതായത് അറ്റ് എ ടൈം രണ്ടോ അതിൽ കൂടുതലോ ഒക്കറൻസ് അല്ലെങ്കിൽ ഇവന്റ് ഒക്കർ ചെയ്യുന്നതിനെ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ നിന്ന് നമുക്ക് പി ഓഫ് എ ആൻഡ് ബി കണ്ടെത്താം ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം. അതിനെയാണ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പി ഓഫ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എ. ഇതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി ഇതിനെ വെർബലായി എഴുതി കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, ആദ്യം പ്രോബബിലിറ്റി ഓഫ് എ പിന്നെ പ്രോബബിലിറ്റി ഓഫ് ബി, അതായത് സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും സൈമിൾട്ടേനിയസ് ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഒക്കേർഡ്, പ്രോബബിലിറ്റി ഓഫ് എ ഒക്കർ ചെയ്തു, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി then A is occurred. ഓക്കെ, ഇതല്ല ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് പ്രോബബിലിറ്റി കണ്ടെത്തണം. പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ബോത്ത് എ ആൻഡ് ബി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റിന്റെ പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ദെൻ ഫസ്റ്റ് ഈസ് ഓൾറെഡി ഒക്കേർഡ്. റെഡി ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ദെൻ എ ഈസ് ഓൾറെഡി ഒക്കേർഡ്. ഈ ഒരു തിയറത്തിന് വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് വിളിക്കുക. ഇവിടെ രണ്ട് ഇവന്റുകൾ ഉണ്ട്, ഒരു ഇവന്റ് അല്ല, രണ്ട് ഇവന്റ് അറ്റ് എ ടൈമിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ഇവന്റ് ഉണ്ട്. ആ രണ്ട് ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇവന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഇവന്റ് ദെൻ ഫസ്റ്റ് ഈസ് ഓൾറെഡി ഒക്കേർഡ്. ഈ ഒരു തിയറത്തിന് വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന്റെ എക്സ്റ്റൻഷൻ എളുപ്പമുള്ള കൺസെപ്റ്റ് ആണ്. ഇവിടെ ദ സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് എ ബി സി. ഓക്കെ, A1 B1 കൊടുക്കാം കേട്ടോ. A1 A2 A3 etc. AN BN ഇവന്റ്സ്. ഇതെന്താണ്? n ഇവന്റ്സ് ആണെങ്കിൽ ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രകാരം എനിക്ക് എങ്ങനെ എഴുതാം? ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രകാരം എനിക്ക് ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2, അതായത് പ്രോബബിലിറ്റി ഓഫ് A ആൻഡ് പ്രോബബിലിറ്റി ഓഫ് B, അതായത് പ്രോബബിലിറ്റി ഓഫ് A ആൻഡ് B equal to probability of A1 into probability of A2, then A1 is already occurred.
റെഡി ആണല്ലോ? ഈ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? അതായത് രണ്ട് ഇവന്റുകൾ അറ്റ് എ ടൈമിൽ നടക്കുമ്പോൾ പ്രോബബിലിറ്റി കണ്ടെത്തണമെങ്കിൽ ആദ്യത്തെ പ്രോബബിലിറ്റി ഇൻറ്റു രണ്ടാമത്തെ പ്രോബബിലിറ്റി ദെൻ ഫസ്റ്റ് പ്രോബബിലിറ്റി ഈസ് ഓൾറെഡി ഒക്കേർഡ്. അതുകൊണ്ട് ഫസ്റ്റ് പ്രോബബിലിറ്റി ഒക്കേർഡ് ആയതുകൊണ്ടല്ലേ നമുക്ക് ഇതിന്റെ മുമ്പായിട്ട് പ്രോബബിലിറ്റി ഓഫ് എ കണ്ടെത്താൻ പോസിബിൾ ആയത്. ഇനി അതിന്റെ അടുത്ത മോഡൽ ദെൻ ഇനി ഇത് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് A1 A2 ദെൻ A3 ഇതാണെന്ന് വിചാരിച്ചോ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? അതാ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ദെൻ ഫസ്റ്റ് ഈസ് ഓൾറെഡി ഒക്കേർഡ്. യെസ്, ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A3 എന്ന് പറഞ്ഞാൽ ഗിവൺ ദാറ്റ് A1 ആൻഡ് A2 ഈസ് ഓൾറെഡി ഒക്കേർഡ്. റെഡി അല്ലേ? ആദ്യം പ്രോബബിലിറ്റി ഓഫ് സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ആണ്. ഒരു കാർഡ് ഡ്രോൺ ചെയ്യുകയാണെങ്കിൽ 3 കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്. അപ്പൊ ആദ്യത്തെ കാർഡ് നമ്മൾ ഉദ്ദേശിച്ചത് ആവാനുള്ള പ്രോബബിലിറ്റി, ദെൻ സെക്കൻഡ് കാർഡ് നമ്മൾ ഉദ്ദേശിച്ചത് ആവാനുള്ള പ്രോബബിലിറ്റി, ദെൻ ഫസ്റ്റ് കാർഡ് ഈസ് ഡൺ. ഇതൻ പ്രോബബിലിറ്റി ഓഫ് തേർഡ് കാർഡ് അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ഡൺ. റെഡി അല്ലേ? അത് ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. ഇനി പ്രോബബിലിറ്റി ഓഫ് 4 എന്ന് എഴുതി നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇവന്റ് ആൻഡ് സെക്കൻഡ് ഇവന്റ് ആൻഡ് തേർഡ് ഇവന്റ് ആൻഡ് ഫോർത്ത് ഇവന്റ്. ഇനി ഇങ്ങനെ ഇന്റർസെക്ഷൻ ഒന്നും എഴുതണ്ട, നേരിട്ട് എഴുതാം. ഇതെല്ലാം കൂടി നേരിട്ട് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെടാ പ്രോബബിലിറ്റി ഓഫ് A1, probability of A2, then A1 is already occurred. Then probability of A3 and A1, A2 is already occurred. Then probability of A4, A1, A2, A3 is already occurred. Okay ആണല്ലോ? ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയാം. ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഈസ് ഡിറൈവ്ഡ് ഫ്രം കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ n ഇവന്റ്സ് ഉണ്ടെങ്കിൽ ലെറ്റ് A1, A2, etc. an be the events. an എന്നുള്ളത് ഒരു ഇവന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1, A2, A3, etc. an എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A1 into probability of A2 then A1 is already occurred. Okay അല്ലേ? അടുത്തത് പ്രോബബിലിറ്റി ഓഫ് A3 then A2 A1 is already occurred. Then probability of A4 A1 A2 A3 is already occurred. Okay ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് an എന്ന് പറഞ്ഞാൽ A1 A2 etc. A4 എത്തിയപ്പോ A3 വരെയുള്ളത് ഒക്കേഡ് ആണല്ലോ. അപ്പൊ an ആണെങ്കിൽ an-1 വരെയുള്ളത് ഒക്കേഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈമിൾട്ടേനിയസ് ഒക്കറൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് ഉപയോഗിക്കാം, എന്തുപയോഗിക്കാം? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിക്കാം. ഒരു ഇവന്റിന് പിറകെ വേറൊരു ഇവന്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് ഉപയോഗിക്കുക എന്നർത്ഥം. അതായത് ഒരു ബോക്സിൽ നിന്നും നമ്മളൊരു 3 ബോൾ എടുക്കുന്നു. സൈമിൾട്ടേനിയസ് ഒക്കറൻസ് അല്ലേ? ആദ്യം ഒരു ബോൾ, വീണ്ടും ഒരു ബോൾ, വീണ്ടും ഒരു ബോൾ. അല്ലെങ്കിൽ ഒരു പ്ലേയിങ് കാർഡ്, സെറ്റ് ഓഫ് പ്ലേയിങ് കാർഡിൽ നിന്ന് നമ്മൾ 3 കാർഡ്, 4 കാർഡ്, 5 കാർഡൊക്കെ എടുക്കുന്നു. അവിടെയൊക്കെ സൈമിൾട്ടേനിയസ് ഒക്കറൻസ് അല്ലേ? ആദ്യം ഫസ്റ്റ് കാർഡ്, ദെൻ സെക്കൻഡ് കാർഡ്, തേർഡ് കാർഡ്, ഫോർത്ത് കാർഡ്, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന എല്ലാ ഇവന്റുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ബോക്സ് കണ്ടെയ്ൻസ് 10 black 5 white balls. 2 balls are drawn from it. One and after other. ഇവിടുന്ന് എത്ര എടുക്കുന്നുണ്ട്? 2 എടുക്കുന്നുണ്ട്. One and after other ആണ്. ആദ്യം ഒന്നെടുത്തു, വീണ്ടും ഒന്നെടുത്തു. സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ആണ്. റെഡി അല്ലേ? ആദ്യം ഒന്നെടുത്തു, പിന്നെ ഒന്നെടുത്തു. സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ആയി. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് what is the probability that both cards are black? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇതാണ് from a urn contains ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു ഏണാന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാ ഏൺ. ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്? 10 ബ്ലാക്ക്. ഇതിന്റെ അകത്ത് ആകെ ഉള്ളത് 10 ബ്ലാക്ക് ആൻഡ് 5 വൈറ്റ് ബോൾസ്. ഇത്രയല്ലേ ഇതിന്റെ അകത്തുള്ളൂ. ആൻഡ് 2 ബോൾസ് ആർ ഡ്രോൺ ഫ്രം ഏൺ. one and after the other. ഒന്നിന്റെ ശേഷം മറ്റൊന്നായിട്ട് അതിന് പിറകെ മറ്റൊന്ന് എടുക്കുകയാണ്. സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് what is the probability that both cards are black? ഈ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഞാൻ എന്തിനു എഴുതിയെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാർഡ് ഇതിന്റെ അകത്തുനിന്ന് എടുത്താൽ ആ കാർഡ് ഞാൻ പിന്നെ അതിലേക്ക് തിരിച്ചു വെക്കുന്നില്ല. ഓക്കെ അല്ലേ? ഞാൻ ഇവിടുന്ന് ഇപ്പോ 10 ബ്ലാക്ക് ഉള്ളതിന് ഒരു ബ്ലാക്ക് എടുത്ത് അവിടെ ബാക്കി 9 ബ്ലാക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ എടുത്ത കാർഡ് ഞാൻ തിരിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. റെഡി അല്ലേ? അപ്പൊ ഞാൻ അവിടെ എഴുതി
A1, the first card is black. The first card is black. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇവന്റ്. ഓക്കെ ആണല്ലോ. അടുത്ത സെക്കൻഡ് വൺ, സെക്കൻഡ് കാർഡ് ഈസ് ബ്ലാക്ക്. നോക്കട്ടാ, സെക്കൻഡ് കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ ശ്രദ്ധിക്കുക, ഫസ്റ്റ് കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എഴുതുമ്പോൾ ടോട്ടൽ കാർഡ്സ് ഇൻ ഏണിൽ ടോട്ടൽ ഉള്ള കാർഡ്സ് എത്രയാണ്? 15. നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ്സ് പറ. നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ്സ് ഈക്വൽ ടു 10. ആകെ 10 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. ഇവിടെ എടുക്കുന്ന കാർഡ് എന്തായി മാറണം? ഫ്രം ദ ഏൺ വൺ ആൻഡ് ആഫ്റ്റർ അനദർ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് കാർഡ്സ് ആർ ഡ്രോൺ ബ്ലാക്ക്? രണ്ട് കാർഡും ബ്ലാക്ക് ആയി മാറണം. അത് നമ്മളിവിടെ എങ്ങനെ എഴുതി? ഫസ്റ്റ് കാർഡ് ഈസ് ബ്ലാക്ക്, ദെൻ സെക്കൻഡ് കാർഡ് ഈസ് ബ്ലാക്ക്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർഡ്സ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. എടുത്ത കാർഡ് ഞാൻ ഇവിടെ തിരിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. ആകെ 15 കാർഡ് ഉണ്ട്. നമ്പർ ഓഫ് ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ ഞാൻ എഴുതി പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് A1. ഓക്കെ അല്ലേ? ഫസ്റ്റ് കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A1 അല്ലേ? ആകെ എത്ര കാർഡ് ഉണ്ട് ഇവിടെ? 15 കാർഡ്സ് ഉണ്ട്. റെഡി ആണല്ലോ? ആകെ 15 കാർഡ്സ് ഉണ്ട്. ക്ലിയർ? എത്ര ബ്ലാക്ക് കാർഡുകൾ ഉണ്ട്? യെസ്, 10 ബ്ലാക്ക് കാർഡുകൾ ഉണ്ട് അല്ലെ? 10 ബ്ലാക്ക് കാർഡുകൾ. ഓക്കെ ആണല്ലോ? ഇതാണ് ഫസ്റ്റ് കാർഡ് ഈസ് ബ്ലാക്ക്. റെഡി അല്ലേ? ഫസ്റ്റ് കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. ഇനി വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഈ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത കാർഡ് നമ്മൾ തിരിച്ച് അതിലേക്ക് ഫിറ്റ് ചെയ്യണില്ല എന്നുള്ളതാ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A2, സെക്കൻഡ് കാർഡ് ഈസ് ബ്ലാക്ക്. പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് കാർഡ് ബ്ലാക്ക്. ഓക്കെ ആണോ നോക്കട്ടാ? സെക്കൻഡ് കാർഡ് ബ്ലാക്ക്, ദെൻ ഫസ്റ്റ് കാർഡ് ബ്ലാക്ക് ഒക്കേർഡ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് കാർഡ് ബ്ലാക്ക് ഒക്കേർഡ്. റെഡി ആണോ നോക്കട്ടാ? ആദ്യത്തെ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി 10/15 ആണ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് അവിടുന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കാർഡ് എടുത്തു, ആ ഒരു കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി 10/15 ആണ്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സെക്കൻഡ് കാർഡ് ഈസ് ബ്ലാക്ക്, ദെൻ ഫസ്റ്റ് കാർഡ് ഈസ് എ ബ്ലാക്ക് കാർഡ്? ആദ്യത്തെ കാർഡ് ബ്ലാക്ക് കാർഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് കാർഡ് ഈസ് ബ്ലാക്ക്, ദെൻ ഫസ്റ്റ് കാർഡ് ഈസ് ബ്ലാക്ക് ഒക്കേർഡ്. റെഡി ആണല്ലോ? A2 given A1 ആണ്. പ്രോബബിലിറ്റി ഓഫ് A2 given A1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടാവുക? രണ്ടാമത്തെ കാർഡാണ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞ് ഇൻഡിപെൻഡന്റ് ഇവന്റ് ഡിസ്കസ് ചെയ്യും. അപ്പൊ വിത്തൗട്ട് റീപ്ലേസ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപെൻഡന്റ് ഇവന്റ് എന്നാണ് പറയാ. ഇവിടെ ആദ്യത്തെ ഇവന്റ് A1 ഒക്കർ ചെയ്തപ്പോൾ ആരും ഡിപെൻഡ് ചെയ്യണില്ല, മറിച്ച് രണ്ടാമത്തെ ഒരു ഇവന്റ് ഒക്കർ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെ കാർഡ് ബ്ലാക്ക് എന്നുള്ള ഒരു ഡിപെൻഡൻസി വരും. അതിന്റെ റീസൺ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആകെ എത്ര 10 ബ്ലാക്ക് കാർഡ്സ് അല്ലേ ഉണ്ടായിരുന്നത്? അത് ഒരു കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ബാക്കി അവിടെ 9 ബ്ലാക്ക് കാർഡ്സേ ഉണ്ടാവുള്ളൂ. ബാക്കി എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവുള്ളൂ? 9 ബ്ലാക്ക് കാർഡ്സ് ആണ് ഉണ്ടാവുക. കാരണം A1 എന്ന് പറയുന്ന ഒരു ഇവന്റ് ഒക്കർ ചെയ്തപ്പോൾ അവിടെ ബ്ലാക്ക് കാർഡ് ഉണ്ടായതിൽ നിന്നും ഒരു ബ്ലാക്ക് കാർഡ് കുറഞ്ഞിട്ടുണ്ട്. ആദ്യം എടുത്തത് പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല എന്നർത്ഥം. എടുത്ത കാർഡ് ആ ബോക്സിലേക്ക് നമ്മൾ വെച്ചിട്ടില്ല. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ 10 കാർഡുകളല്ലേ ഉണ്ടായിരുന്നത് ബ്ലാക്ക്. അപ്പൊ ടോട്ടൽ കാർഡുകൾ എന്ന് പറഞ്ഞാൽ 10. ഇനി ഈ ഏണിൽ ഉണ്ടാവുന്ന ടോട്ടൽ കാർഡ് എത്ര? 15 ആണ്. അപ്പൊ ഇവിടെ എത്ര ആവും? ആകെ ഉള്ള 10 ബ്ലാക്ക് കാർഡിൽ നിന്ന് ഒന്ന് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ കാർഡിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് 9/14. ഇതിനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ തിയറം യൂസ് ചെയ്യാം. ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം. റെഡി ആണോ നോക്കട്ടാ? ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രകാരം പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്, ദെൻ ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ഓൾറെഡി ഒക്കേർഡ്. റെഡി ആണല്ലോ? മൾട്ടിപ്ലിക്കേഷൻ തിയറം എഴുതിയ മനസ്സിലായല്ലോ? അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് കാർഡ് ഈസ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 10/15 ഇൻറ്റു സെക്കൻഡ് കാർഡ് ഈസ് ബ്ലാക്ക് ആവുള്ള പ്രോബബിലിറ്റി 9/14 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ കട്ടാക്കുമ്പോ ഇവിടെ നമുക്ക് ഇതിനെ കട്ടാക്കല്ലേ? ഇവിടെ 3 പോകൂലേ? അപ്പൊ 5, ഇവിടെ 3, അപ്പൊ ഇവിടെ 3. ഇനി 14നും 10നും കൂടി ഇവിടെ 5, ഇവിടെ 7 ഈക്വൽ ടു 5. ഇത് കട്ടായി. ബാക്കി 3/7 കേട്ടോ. ബാക്കി 3/7. ഓക്കെ, യെസ്. ബാക്കി ഉണ്ടാവുന്ന വാല്യൂ 3/7. ഇത് രണ്ടും കട്ടായി.
That is 3/7. Yes, 3/7 probability ആണ്. Both cards are black card. രണ്ട് കാർഡും ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/7 by multiplication theorem. ഓക്കെ അല്ലേ? ഇനി അടുത്ത മോഡൽ, അടുത്തൊരു പ്രോബബിലിറ്റി നോക്കൂ. 2 balls are drawn without replacement. Yes, from a box containing 10 black and 8 red ball. Find the probability that both balls are black. Both balls are red. One of them black and other is red. One of them black and other is red. Question correct ശ്രദ്ധിക്കട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താ വിത്തൗട്ട് ഇതും അതേ ചോദ്യം തന്നെ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. എടുത്ത കാർഡ് പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ വെക്കണില്ല. 2 cards are drawn. Here 2 cards are drawn. രണ്ട് കാർഡ്സ് ഡ്രോൺ ചെയ്യുന്നുണ്ടല്ലോ, അവന് എഴുതി A1. ഇനി എന്താണ് പ്രോബബിലിറ്റി കണ്ടെത്തേണ്ടത്? ബോത്ത് ബോൾസ് ആർ, യെസ് ബോൾസ് ആണ് അല്ലേ, സോറി കേട്ടോ, ബോൾസ് ആണ്. 2 balls drawn. രണ്ട് ബോൾസ് ഡ്രോൺ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രോബബിലിറ്റി, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ റെഡ്. രണ്ട് ബോളും റെഡ് ആണ്. അപ്പൊ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ ഈസ് റെഡ്. ഫസ്റ്റ് ബോൾ ഈസ് റെഡ്. A2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബോൾ ഈസ് റെഡ്. ഓക്കെ അല്ലേ? സെക്കൻഡ് ബോൾ ഈസ് റെഡ്. ഒന്നാമത്തേന്റെ ആൻസർ ആയിട്ട് എഴുതുന്നത്, ഒന്നാമത്തേന്റെ ആൻസർ ആണ് എഴുതുന്നത്. ഫസ്റ്റ് ബോൾ ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ബോൾ ഈസ് റെഡ്. ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത്? ഏൺ കണ്ടെയ്ൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം വരച്ചാൽ മതി. ഒരു ഏൺ ഉണ്ട് അല്ലേ? സെയിം 2 balls are drawn at random from the without replacement from a box. ഒരു ബോക്സ് ആണ് ഇതിന്റെ അകത്തുള്ളത്. ബോക്സിന്റെ അകത്ത് 10 black and 8 red balls. 10 black and 8 red balls. Find the probability that both are red ball. Both are red. അപ്പൊ ഇങ്ങനെ എഴുതി, probability of both are red. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആട്ടോ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. എടുത്ത കാർഡ് തിരിച്ചു വെക്കണില്ല. വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇനി അവിടെ ഡയറക്റ്റ് എഴുതൂട്ടാ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അപ്പൊ എങ്ങനെ എഴുതുക? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ റെഡ്. A1 and A2 are red cards. That means probability of A1 into probability of A2 given A1. ഇതല്ലേ നമുക്ക് ആവശ്യമുള്ളത്. The probability of first card is red and the probability of second card is red. Then first card is already a red card. Probability of first card is red, then probability of second card is red, then first card is already occurred. അപ്പൊ ഇനി ഇവിടുന്ന് തന്നെ എനിക്ക് ആൻസർ ചെയ്താം. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ പെട്ടെന്ന് എഴുതാം. റെഡ് കാർഡ് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലേ? അപ്പൊ റെഡ് കാർഡ്, ടോട്ടൽ നമ്പർ ഓഫ് റെഡ് കാർഡ് ഇവിടെ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് റെഡ് കാർഡ് എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ, ഇവിടെ ടോട്ടൽ എത്ര കാർഡാണുള്ളത്? 18 കാർഡ്സ് ഉള്ളത്. ഇൻറ്റു വിത്തൗട്ട് റീപ്ലേസ്മെന്റ് അല്ലേ, ഒരു കാർഡ് ഇപ്പൊ എടുത്തല്ലോ, ഒരു റെഡ് എടുത്തല്ലോ. ഇനി രണ്ടാമത്തെ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 7/17. ഓക്കെ ആണോ നോക്കട്ടോ? 7/17. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് കട്ടാക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ കട്ട് ചെയ്തു, ഇത് രണ്ടും കൂടി കട്ട് ചെയ്തപ്പോ ഇവിടെ 4, ഇവിടെ 9. ദാറ്റ് ഈസ് 4/9 into 7 divided by 17. നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാട്ടോ ബെറ്റർ. 170 നിന്നും 17 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 157 അല്ലേ? ഓക്കെ, 157 മുകളിൽ 28. യെസ്, therefore probability of both are red. രണ്ട് കാർഡും റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 28/57 കേട്ടോ. 28/157. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. ഇനി വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ കുറയുന്നില്ല, നേരിട്ട് എഴുതിയാൽ മതി. അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഇനി സെക്കൻഡ് വൺ, വൺ ഓഫ് ദം ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ്. ഏതെങ്കിലും ഒന്ന് ബ്ലാക്കും മറ്റൊന്ന് റെഡും എന്നുള്ള മീനിങ് അല്ലെ? അപ്പൊ ശ്രദ്ധിച്ചോ, പ്രോബബിലിറ്റി ഓഫ് one of them black, one of them black, other is red, other is red. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഏതെങ്കിലും ഒന്ന് ബ്ലാക്ക് ഒന്ന് റെഡ് അല്ല ആവേണ്ടത്. അപ്പോ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് റെഡ് ആൻഡ് സെക്കൻഡ്, റെഡ് അല്ലാത്ത പിന്നെ അവിടെ ഉള്ളത് സെക്കൻഡ് ബ്ലാക്ക് ആവേണ്ടത് അല്ലെ? ആൻഡ് സെക്കൻഡ് ബ്ലാക്ക്. അതല്ലെങ്കിൽ ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ഫസ്റ്റ് ബ്ലാക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വന്നാൽ മതി? ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് റെഡ് വന്നാൽ മതി. ഇങ്ങനെ വന്നാലും കുഴപ്പമില്ലല്ലോ. ഉണ്ടാക്കടാ,
പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് റെഡ് സെക്കൻഡ് ബ്ലാക്ക്, അതല്ലെങ്കിൽ പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് റെഡ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ മതി. വൺ ഓഫ് ദം റെഡ് ആൻഡ് അതർ ഈസ് ബ്ലാക്ക് എന്നല്ലേ, ഏതെങ്കിലും ഒന്ന് റെഡ് പിന്നെ ബ്ലാക്ക് വന്നാൽ മതി. രണ്ടും വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. കറക്റ്റ് ശ്രദ്ധിക്കുക. A1 എന്ന് പറഞ്ഞ A1 എന്ന് പറഞ്ഞ ഫസ്റ്റ് റെഡ് കാർഡ്, A2 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദം എന്നല്ലേ. ഓക്കെ, A1 എന്ന് പറഞ്ഞ റെഡ് കാർഡ് കൊടുക്കുക അല്ലെ. A1 എന്ന് പറഞ്ഞ റെഡ് കാർഡ്, A2 എന്ന് പറഞ്ഞ ബ്ലാക്ക് കാർഡ് കേട്ടോ, ബ്ലാക്ക് കാർഡ്. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ട എന്തൊക്കെയാ കണ്ടെത്തേണ്ടത് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടെത്താൻ ആവശ്യമുള്ള കാര്യങ്ങൾ വൺ ഓഫ് ദം ബ്ലാക്ക് അതർ ഈസ് റെഡ് എന്നല്ലേ, ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. ഓക്കെ അല്ലെ, ഫസ്റ്റ് ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്, ഏതെങ്കിലും ഒരു പോസിബിലിറ്റി വന്നാൽ മതി. വൺ ഓഫ് ദം ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ് എന്നല്ലേ. അപ്പൊ ആദ്യം റെഡ് വന്നാൽ പിന്നെ ബ്ലാക്ക് വരാം, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വരാം, ആദ്യം ബ്ലാക്ക് വരാം പിന്നെ റെഡ് വരാം. രണ്ട് കാർഡല്ലേ ഡ്രോൺ ചെയ്യുന്നത്, രണ്ട് കാർഡ് ഡ്രോൺ ചെയ്യുമ്പോൾ വൺ ഓഫ് ദം ബ്ലാക്ക് അതർ ഈസ് റെഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്ലാക്ക് വരാം പിന്നെ റെഡ് വരാം, അല്ലെങ്കിൽ ആദ്യം റെഡ് വരാം പിന്നെ ബ്ലാക്ക് വരാം. ഏതെങ്കിലും രണ്ട് പോസിബിലിറ്റി ആണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ രണ്ട് പോസിബിലിറ്റി നമുക്ക് ഫില്ല് ചെയ്യണം. രണ്ട് പോസിബിലിറ്റി ഫില്ല് ചെയ്യാൻ വേണ്ടി വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ശ്രദ്ധിക്കണം കേട്ടോ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ശ്രദ്ധിക്കുക, A1 ആദ്യത്തെ കാർഡ് ബ്ലാക്ക് ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഞാൻ അങ്ങനെ എഴുതി, കറക്റ്റ് ആയിട്ട് എഴുതി. ഫസ്റ്റ് റെഡ്, ആദ്യത്തേത് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തുണ്ടാവുക, പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് എ റെഡ് കാർഡ് 8/18. ഓക്കെ അല്ലേ, ഇൻറ്റു സെക്കൻഡ് കാർഡ് എന്താവണം, അപ്പൊ സെക്കൻഡ് കാർഡ് ബ്ലാക്ക് ആവണം. ആദ്യം റെഡ് കിട്ടിയാൽ പിന്നെ ബ്ലാക്ക് കിട്ടിയാൽ മതി. അപ്പൊ രണ്ടാമത്തേത് ബ്ലാക്ക് ആവുള്ള പ്രോബബിലിറ്റി, ഇവിടെ എത്ര ബ്ലാക്ക് കാർഡുകൾ ഉണ്ട്, 10 ബ്ലാക്ക് കാർഡ് ഉണ്ട്. അതിന് ഒന്നും എടുത്തില്ലേ, അതിൽ 18 ഒന്നും എടുത്ത ബാക്കി 17 ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ എന്താ നമ്പർ കുറയാന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ എടുത്തത് ബ്ലാക്ക് കാർഡ് അല്ലേ, അപ്പൊ അത് 8 ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് ബ്ലാക്ക് അല്ലല്ലോ, പിന്നെ എടുക്കുന്നത് റെഡ് അല്ലേ. അപ്പൊ ആ റെഡ് ആകുമ്പോഴുള്ള വ്യത്യാസമാണ്, കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി എന്നർത്ഥം. ഇവിടെ റെഡ് കാർഡ് എടുത്തു, ഇവിടെ ബ്ലാക്ക് കാർഡ് എടുത്തു, അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് വരാം, ഫസ്റ്റ് നമുക്ക് A2 എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കാർഡ്, ആദ്യം നമുക്ക് ബ്ലാക്ക് കാർഡ് വരാം. പിന്നെ ഇങ്ങനെ വരാം, ആദ്യം ബ്ലാക്ക് കാർഡ് വന്നെന്ന് വിചാരിച്ചോ, ആൻഡ് രണ്ടാമത്തത് എത്ര റെഡ് കാർഡ് ഉണ്ട്, 8/, ആകെ 18 ഉള്ളത് ഒന്ന് കുറഞ്ഞ് 17 ആയി. ഓക്കെ അല്ലേ, ഇനി ഇതിനെ കട്ടാക്കിയാൽ മതി. ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. റെഡിയാണോ നോക്കട്ടാ, ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞ റെഡി അല്ലേ. വൺ ഓഫ് ദം ബ്ലാക്ക് അതർ ഈസ് റെഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ബ്ലാക്കോ റെഡോ ആണ്. അപ്പൊ നമ്മൾ രണ്ട് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യം റെഡ് കിട്ടാം പിന്നെ ബ്ലാക്ക് കിട്ടാം, അതല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരും, ആദ്യം ബ്ലാക്ക് കിട്ടും പിന്നെ റെഡ്, അല്ലെങ്കിൽ റെഡ് കിട്ടും ബ്ലാക്ക് കിട്ടും, അങ്ങോട്ടൊക്കെ മാറുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതേ കൺസെപ്റ്റ് ആണ് ഓർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നപ്പോൾ ഫണ്ടമെന്റൽ കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അത് നമ്മളെ പെർമ്യൂട്ടേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഓർ വന്നപ്പോൾ അഡീഷനും ആൻഡ് വന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷനും, ഓർ വന്നപ്പോൾ യൂണിയനും ആൻഡ് വന്നപ്പോൾ ഇന്റർസെക്ഷനും, ഇത് നമ്മളെ സെറ്റിലെ കൺസെപ്റ്റും കൂടിയാണ്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 8/18. ഇതിങ്ങനെ കട്ടാക്കാം നമുക്ക്. അപ്പൊ എന്തുണ്ടാവുക, 4/9 വരും അല്ലെ. ഇതും കട്ടാക്കി, അപ്പൊ ഇതും 4/, ഇത് 5/9. ഓക്കെ, അവിടെ 5/9. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഡിനോമിനേറ്റർ സെയിം അല്ലേ, അങ്ങനെ 9 × 17 പ്ലസ് ഒറ്റ ഡിനോമിനേറ്ററിൽ എഴുതാലോ അല്ലെ. ഒറ്റ ഡിനോമിനേറ്ററിൽ നമ്മൾ കറക്റ്റ് ആക്കി എഴുതുന്ന സമയത്ത് 9 × 17 4 × 10 പ്ലസ് 5 × 8, 4 × 10 പ്ലസ് 5 × 8. ഇനി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 9 × 17 ഈക്വൽ ടു 9 × 17 എന്ന് പറഞ്ഞാൽ 157. 9 × 17 എന്ന് പറഞ്ഞാൽ 153 കേട്ടോ, സോറി 153. 9 × 7 എന്ന് പറഞ്ഞാൽ 153. ദെൻ 40 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ 80. ഓക്കെ അല്ലേ, 40 പ്ലസ് 40 ഈക്വൽ ടു 80. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, 2 cards drawn at random with replacement. ഇവിടെ നോക്കിക്കോ, വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. From a pack of 52 cards, find the probability that both cards are black. ഇവിടെ നമ്മൾ എത്ര കാർഡ്, ഇവിടെ നമ്മൾ സെയിം പ്രോസസ് തന്നെയാണ്, ഒക്കെ ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വിത്ത് റീപ്ലേസ്മെന്റ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ 2 cards are drawn, 2 കാർഡ് ഡ്രോൺ ചെയ്യുന്നത് വിത്ത് റീപ്ലേസ്മെന്റ് ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സിൽ നിന്നാണ് നമ്മൾ ഡ്രോൺ ചെയ്യുന്നത്.
ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ബ്ലാക്ക്. രണ്ട് കാർഡും ബ്ലാക്ക് കാർഡ് ആവണം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് ടോട്ടൽ 52 കാർഡ്സ്. ആ കാർഡ്സിന്റെ നിങ്ങൾ +1 നമ്മൾ പ്ലേയിങ് കാർഡിന്റെ സെറ്റ് പെർമ്യൂട്ടേഷനിൽ എഴുതിയിരുന്നു. അത് കറക്റ്റായി ശ്രദ്ധിക്കണം കേട്ടോ. പ്ലേയിങ് കാർഡിൽ ആകെ എത്ര കാർഡാണ് ഉണ്ടാവുക, ഏതൊക്കെ കളറാണ് ഉണ്ടാവുന്നത്, എത്ര സ്യൂട്ടുകളാണ്, എല്ലാ സ്യൂട്ടിലെയും ഫസ്റ്റ് കാർഡിന്റെ പേരെന്താണ്, ലാസ്റ്റ് 3 കാർഡിന്റെ പേരെന്താണ്, അതുപോലെ എല്ലാ സ്യൂട്ടിലെയും ആദ്യത്തെ കാർഡ് എയ്സ്, പിന്നെ ജാക്ക്, കിങ്, ക്യൂന്, ഫേസ് കാർഡുകൾ ഏതൊക്കെ, നെയിംഡ് കാർഡുകൾ ഏതൊക്കെ, ഇതൊക്കെ ഒരു കറക്റ്റ് കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. കാരണം പ്രോബബിലിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റുകളാണ് അതൊക്കെ. ടോട്ടൽ 52 കാർഡ്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ ബ്ലാക്ക് കാർഡ്. അപ്പോൾ ടോട്ടൽ ബ്ലാക്ക് കാർഡുകൾ എന്ന് പറഞ്ഞേ, ടോട്ടൽ ബ്ലാക്ക് കാർഡ്സ് 26 ബ്ലാക്ക് കാർഡുകളല്ലേ. ബോത്ത് ആർ ബ്ലാക്ക് കാർഡ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി A1 എന്ന് പറയുന്ന ഇവന്റ്, ഫസ്റ്റ് കാർഡ് ഈസ് ബ്ലാക്ക്. ഒരു ഇവന്റിനെ ഞാൻ കൺസിഡർ ചെയ്തു, ഫസ്റ്റ് കാർഡ് ഈസ് ബ്ലാക്ക്. രണ്ടാമത്തെ നമുക്ക് കിട്ടേണ്ടത് ബ്ലാക്ക് തന്നെ അല്ല. അപ്പൊ സെക്കൻഡ് കാർഡ് ഈസ് ബ്ലാക്ക്. രണ്ടാമത്തെ കാർഡും എന്തെന്നെ ആവണം, ബ്ലാക്ക് കാർഡ് ആയിരിക്കണം. ഇതാണല്ലോ നമ്മളെ പ്രോബബിലിറ്റി. ഇനി ഞാൻ എഴുതി വിത്ത് റീപ്ലേസ്മെന്റ് ആട്ടോ, വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പൊ എങ്ങനെ ഉണ്ടാവുമെന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക. വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുകയാണ് ഞാൻ. ഇനി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ബ്ലാക്ക്. പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 എന്ന. പ്രോബബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ A2 എന്ന് പറഞ്ഞാൽ ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രകാരം പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 given A1 is already occurred. Probability of A2 given A1 is already occurred by multiplication theorem. കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ തിയറം ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓക്കെ അല്ലേ, ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം പ്രകാരം. ഇനി ഫസ്റ്റ് കാർഡ്, പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബ്ലാക്ക്, ആദ്യത്തെ കാർഡ് ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 26/52 അല്ലേ. ആദ്യത്തെ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി 26/52 അല്ലേ. ആകെ 26 ബ്ലാക്ക് കാർഡുകൾ അതിന് ഒന്നെടുത്തു, അപ്പൊ 26/52. റെഡി. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് കാർഡ് ബ്ലാക്ക്. പക്ഷെ ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ഞാൻ ഇവിടുന്ന് എടുത്ത കാർഡ് അങ്ങോട്ട് തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. എടുത്തത് 26 കാർഡിൽ നിന്ന് ഒന്നെടുത്ത് അത് അങ്ങോട്ട് തന്നെ തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ ടോട്ടൽ നമ്പറിലോ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ബ്ലാക്ക് കാർഡിലെ വ്യത്യാസം ഒന്നും സംഭവിക്കണില്ല. അപ്പൊ ഇവിടെ ഞാൻ എടുത്ത കാർഡ് തിരിച്ചു വെക്കുന്നുണ്ട്. അതിനാണ് വിത്ത് റീപ്ലേസ്മെന്റ് എന്നാണ് പറയാം. ഞാൻ ഇപ്പൊ ഒരു ഏണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ബോൾ ഞാൻ എടുത്തു, പിന്നെ അത് ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നില്ല, അത് അങ്ങോട്ട് തന്നെ വെച്ചിട്ട് രണ്ടാമത്തേത് ഡ്രോൺ ചെയ്യാണ്. റെഡി അല്ലേ. ആദ്യം ഒന്നെടുത്തു, ഇത് ഇവിടുന്ന് എടുത്തു, അത് അതേപോലെ വെച്ച്, ഇവിടെ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ബ്ലാക്ക് കാർഡ് ഞാൻ എടുത്തു, ആ ബ്ലാക്ക് കാർഡ് അങ്ങോട്ട് തന്നെ വെച്ച് ഞാൻ വീണ്ടും ഡ്രോൺ ചെയ്തു. അടുത്ത ഒക്കറൻസ്, സൈമൾട്ടേനിയസ് ഒക്കറൻസ്, അതിന്റെ പിറകെ ഞാൻ വേറെ ഒന്നും കൂടി സംഭവിച്ചപ്പോൾ അവിടെയും ബാക്കി എനിക്ക് 26 കാർഡുകൾ, കാരണം ഞാൻ ഇവിടെ എടുത്ത കാർഡ് അങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചിരിക്കണല്ലോ. അതിനെയാണ് വിത്ത് റീപ്ലേസ്മെന്റ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പൊ 52. ഓക്കെ, അപ്പൊ 52 ആയി മാറി. ഇനി പ്രോബബിലിറ്റി ഓഫ് A1 and A2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ 26/52 into 26/52. ഓക്കെ അല്ലേ, ഈക്വൽ ടു കട്ടായി പോയാല് 1/2 ആൻസർ ബിക്കംസ് 1/4. ഓക്കെ അല്ലേ, ഇതാണ് ആൻസർ ഉണ്ടാവുക. എളുപ്പമാണ്. ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റ് ആക്കി മനസ്സിലാക്കുക എന്നുള്ളത്, കോൺസെപ്റ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളത്. എന്തിനാണ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ഫോർ സൈമൾട്ടേനിയസ് ഒക്കറൻസ്. സൈമൾട്ടേനിയസ് ഒക്കറൻസിന് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒരു ടോപ്പിക്കാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ടു ഇവന്റ്സ് A and B is said to be independent. A, B എന്ന് പറയുന്ന രണ്ട് ഇവന്റുകൾ ഉണ്ട്. ഇത് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇവന്റ് ഒക്കർ ചെയ്യുന്നത് രണ്ടാമത്തെ ഇവന്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. The event A does not depends the occurrence of B. അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ടും ആദ്യത്തെ ഇവന്റ് ഒക്കർ ചെയ്യുന്നത് രണ്ടാമത്തെ ഇവന്റിന് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇവന്റ് നടക്കുന്നത് ഒന്നാമത്തെ ഇവന്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടി, ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കുക അത് ഡിപ്പെൻഡന്റ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് വന്നാൽ അത് ഡിപ്പെൻഡ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലായി, ആദ്യത്തെ കാർഡ് എടുത്തപ്പോൾ രണ്ടാമത്തെ കാർഡിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ എണ്ണത്തിലും കാര്യങ്ങളൊക്കെ ഒരു വ്യത്യാസം കണ്ട് വരുന്നുണ്ട് രണ്ടാമത്തെ ഇവന്റ് എഴുതുമ്പോൾ അല്ലെ. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പോലെയല്ലേ. ഇനി വിത്ത് റീപ്ലേസ്മെന്റ് ആണെന്ന് വിചാരിച്ചോ,
അതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അതായത് ഒരു കാർഡ് ഡ്രോൺ ചെയ്ത് അത് അങ്ങോട്ട് തന്നെ വെച്ച് രണ്ടാമത്തെ ഡ്രോൺ ചെയ്ത് അങ്ങോട്ട് തന്നെ വെച്ച് അങ്ങനെ അങ്ങോട്ടും വെച്ച് ഇങ്ങോട്ടും വെച്ച് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അവിടെ പിന്നെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അതേപോലെ തന്നെ നിൽക്കും. അപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്താന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ആദ്യം വരിക വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഡിപെൻഡന്റും വിത്ത് റീപ്ലേസ്മെന്റ് ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ. ഇനി കണ്ടീഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഒരു ഇവന്റ് ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താ? ഇവിടെ ഇങ്ങനെ തന്നെ അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ബി. ബൈ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ദെൻ എ ഇസ് ഓൾറെഡി ഒക്കേർഡ്. അതായത് എ ഇസ് ഓൾറെഡി ഒക്കേർഡ് എന്ന് പറയാനുള്ള കാരണം എ ഒക്കർ ചെയ്തതിനു ശേഷം ബി എന്നുള്ള പ്രോബബിലിറ്റി കണ്ടെത്തുമ്പോൾ അവിടെ അക്കത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ള മീനിങ് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വിളിക്കാം? ആ ഇവന്റുകൾ തമ്മിൽ ഇൻഡിപെൻഡന്റ് ആണെന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചോ, ഒരു 10 ബ്ലാക്ക് കാർഡുകൾ ഉണ്ട്, ഒരു 3 വൈറ്റ് ബോൾ ഉണ്ട്. എടാ ഇതിന്റെ അകത്ത് ഞാൻ ഒരു 3 വൈറ്റ് ബോൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 3 ബോൾ എടുത്തു. ഓക്കെ, 3 ബോൾസ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെന്ന് വിചാരിച്ചോ, വിത്ത് റീപ്ലേസ്മെന്റ്. എന്നിട്ട് ഞാൻ 3 ബോൾ ഇവിടുന്ന് എടുക്കുമ്പോൾ ആ ബോൾ എനിക്ക് എന്താവണം? വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ഇവിടെ ഞാൻ എഴുതുന്നത് കേട്ടോ. 3 ബോളും വൈറ്റ്. അപ്പൊ ഫസ്റ്റ് ബോൾ ഈസ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ബോൾ ഈസ് വൈറ്റ് ആൻഡ് തേർഡ് ബോൾ ഈസ് വൈറ്റ്. ഇത് 3 വൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 3/10 അല്ലേ. ഇനി വിത്ത് റീപ്ലേസ്മെന്റ് ഞാൻ ഒരു ബോൾ എടുത്ത് അങ്ങോട്ട് തന്നെ ബോൾ ഇട്ടു. അപ്പൊ എന്താ ഉണ്ടാവുക? വീണ്ടും 3/10 അല്ലേ ഉണ്ടാവുക. ആ ബോൾ എടുത്ത് വീണ്ടും അങ്ങോട്ട് തന്നെ ഇട്ടു. ഒക്കറൻസ് സൈമിൾട്ടേനിയസ് ആണ്. മറിച്ച് ഇവിടെ ആദ്യത്തെ സംഭവിച്ചു, രണ്ടാമത്തിൽ ഒരു മാറ്റില്ല, മൂന്നാമത്തിൽ ഒരു മാറ്റില്ല. അതായത് ഒന്ന് സംഭവിച്ചത് മറ്റൊന്നിനെയും എന്ത് ചെയ്യണില്ല, ഡിപ്പെൻഡ് ചെയ്യണില്ല. അതായത് ഒരു ഇവന്റ് സംഭവിച്ചത് കൊണ്ട് മറ്റു വരാനുള്ള ഇവന്റിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡന്റ് എന്ന് പറയാം. ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അപ്പൊ ഇതിനൊക്കെ കൂടി ഞാൻ W1 W2 W3 എന്ന് എഴുതി എനിക്കിങ്ങനെ എഴുതിക്കൂടെ, W1 ഇന്റർസെക്ഷൻ W2 ഇന്റർസെക്ഷൻ W3 എന്ന് പറഞ്ഞാൽ ഇത് പ്രോബബിലിറ്റി ഓഫ് W1 ഇതാണ്ടോ 3/10. അതന്നെയല്ലേ പ്രോബബിലിറ്റി ഓഫ് W2 എന്ന് പറഞ്ഞാൽ, അതന്നെയല്ലേ പ്രോബബിലിറ്റി ഓഫ് W3 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ എഴുതാൻ കഴിയുന്നതിനെയാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്നാണ് വിളിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഈ ഇൻഡിപെൻഡന്റ് ഇവന്റ് ഫോം ചെയ്യുന്നത് വിത്ത് റീപ്ലേസ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ്. വിത്ത് റീപ്ലേസ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് 3 വൈറ്റ് ബോൾ എടുത്തടാ, W1 W2 W3 3 വൈറ്റ് ബോൾ എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ നോക്കാം, പ്രോബബിലിറ്റി ഓഫ് W1 ഇന്റർസെക്ഷൻ W2 ഇന്റർസെക്ഷൻ W3 നോക്കിക്കോ. പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 3/, ഫസ്റ്റ് ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/13. സോറി, ഇവിടെ 13 ആട്ടോ, ഇവിടെ 13 ആണ് കേട്ടോ. 3/13 ഇൻറ്റു ഇനി രണ്ടാമത്തത് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് ബോൾ നമ്മൾ എടുത്തില്ലേ, ഇനി ഉണ്ടാവല് 2/12 ഉണ്ടാവുക. അടുത്തത് ഉണ്ടാവല് 1/12 ഉണ്ടാവുക. 1 2 3 3 കാർഡ് എടുത്ത് ഇനി ഇവിടെ കാർഡ് എടുക്കാൻ പറ്റൂല, കാരണം 0 ആയി. കാരണം 3 വൈറ്റ് ബോൾ എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടേ തിരിച്ചു വെക്കണില്ലെങ്കിൽ 3 എടുത്ത് 3 എനിക്ക് വൈറ്റ് കിട്ടി, പിന്നെ എനിക്ക് വൈറ്റ് ഇല്ലല്ലോ എടുക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിപ്പെൻഡന്റ് ഇവന്റ് ആണ്. ഇവിടെ ഈ ഒരു ഇവന്റ് 3/13 സംഭവിച്ചപ്പോൾ അടുത്ത ഇവന്റ് സംഭവിക്കുമ്പോൾ ഈ ഒന്നാമത്തേന് എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. എഫക്ട് ചെയ്യുന്നത് എനിക്ക് എങ്ങനെ മനസ്സിലായത്? ഇവിടുത്തെ കൗണ്ടും കാര്യങ്ങളും പ്രോബബിലിറ്റി ഒക്കെ ഒന്ന് കുറയുന്നുണ്ട്. ഇവിടെ അതേപോലെ പ്രോബബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. റെഡി അല്ലേ? ഇനി 4 കാർഡ് എടുക്കുന്നുണ്ട്. നാലാമത്തെ കാർഡ് ബ്ലാക്ക് ആവണമെന്നുണ്ടെങ്കിലോ, നാലാമത്തെ കാർഡ് ബ്ലാക്ക് ആവണമെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ കണ്ടീഷനിൽ എങ്ങനെ ഉണ്ടാവും അറിയോ? ഈ ടോട്ടൽ കാർഡിന്റെ എണ്ണം 13 12 ഇവിടെ 11 ആയി അല്ലെ. ഇവിടെ 11 1/11 ആട്ടോ. അത് വീണ്ടും കുറഞ്ഞ് 10 ആയി. 10 ആയപ്പോ ഇവിടെ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട്? 10 ബ്ലാക്ക് കാർഡുകൾ ഉണ്ട്. റെഡി അല്ലേ? ഇത് ശരി തന്നെയല്ലേ? നോക്കാം. ഇവിടെ 3 വൈറ്റ് ബോൾ, ഈ 3 വൈറ്റ് ബോൾ ഞാൻ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആകെ 10 എന്തുണ്ടാവുള്ളൂ? ബ്ലാക്ക് കാർഡ് മാത്രമല്ല അവിടെ ഉണ്ടാവുള്ളൂ. എനിക്ക് എങ്ങനെയാലും പിന്നെ 10 ബ്ലാക്ക് കാർഡ് തന്നെയല്ലേ കിട്ടുക? പ്രോബബിലിറ്റി 1 അല്ലേ കിട്ടുള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത്. ഇനി ഇവിടെ എക്സ്ക്ലൂസീവ് ഇവന്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്
മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റ് ലെറ്റ് A, B be two exclusive events. ഇത് എക്സ്ക്ലൂസീവ് ഇവന്റുകൾ ആണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവുക A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു 5. നമ്മൾ പ്ലസ് 1 പഠിച്ചതല്ല. ഡിസ്ജോയിന്റ് സെറ്റുകളുടെ അതേ കൺസെപ്റ്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ അത് നൾ സെറ്റ് ഉണ്ടാവുക. ഇനി അതേപോലെ നമുക്കൊരു വേർഡാണ് എക്സോസ്റ്റീവ്. എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ഇവന്റ്സ് എ ആൻഡ് ബിയുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സാമ്പിൾ സ്പേസ് തന്നെ കിട്ടും. എനിക്ക് എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ് കിട്ടും. അങ്ങനെയുള്ള ഇവന്റുകളെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്നാണ് വിളിക്കുക. അതിന് വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്നാണ് വിളിക്കുക. ഇനി ഇൻഡിപെൻഡൻസിയുടെ ഒരു നോട്ട്, ഇൻഡിപെൻഡന്റ് ഇവന്റ്. ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് നമുക്ക് എഴുതിയെടുക്കാം. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? ഈ എ ബിയും ഇൻഡിപെൻഡന്റ് ആണല്ലോ. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ അല്ലേ? ഈ എ യൂണിയൻ ബി നമ്മൾ വിളിക്കൽ ഓർ എന്നുള്ള മീനിങ്, എ ഓർ ബി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി എന്നൊക്കെ വിളിക്കാം കേട്ടോ. അറ്റ്ലീസ്റ്റ് എ ആൻഡ് ബി എന്നൊക്കെ വിളിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് അടുത്തൊരു ഇൻഡിപെൻഡൻസിയുടെ ഒരു നോട്ടായിട്ട് നമുക്ക് എഴുതാനുള്ളത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. ഇത്ര മാത്രം ഉണ്ടാവുള്ളൂ. എപ്പോഴാണ്? എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം? കാരണം എന്താണെന്നറിയോ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കണം. കാരണം എയും ബിയും ഒരുമിച്ചിട്ട് കോമൺ എലമെന്റ് ഉണ്ടാവില്ലല്ലോ. കോമൺ എലമെന്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇതിനെന്ത് വിളിച്ചത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ അത് 5 ആണ്. നൾ സെറ്റിന്റെ പ്രോബബിലിറ്റി 0 ആണ്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നോട്ടാണ് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു നോട്ടാണ്. ഇനി അടുത്തൊരു നോട്ടും കൂടി നമ്മളിങ്ങനെ എഴുതി വെച്ചു. ലെറ്റ് എ കോമ ബി സി ബി 3 ഇവന്റ്സ്. ഇതെന്താണ്? 3 ഇവന്റ്സ് ആണ്. സച്ച് ദാറ്റ് they are mutually independent. ഇതിങ്ങനെ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ സി, ബി ഇന്റർസെക്ഷൻ സി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആർ ഇൻഡിപെൻഡന്റ്. അതായത് ഇതിനൊക്കെ പ്രോബബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ മൈൻഡിൽ വരേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണെന്ന് വിളിക്കാം. ഇനി എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ് സച്ച് ദാറ്റ്, ഡയറക്റ്റ് ബേസിക് ആയ ക്വസ്റ്റ്യൻ ആട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പ്രോബ്ലം, എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണ്. അത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം. ഇനി ഇവിടെ നിന്ന് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് തന്നു. അപ്പൊ തന്നെ നമ്മളെ മൈൻഡിൽ ആദ്യം വരേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/7, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/5. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എഴുതുമ്പോൾ therefore എ കോമ ബി ആർ ഇൻഡിപെൻഡന്റ്. എയും ബി എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ആദ്യം എഴുതണം. എന്നിട്ട് എനിക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഇത് ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം എനിക്ക് എന്താന്ന് മനസ്സിലായി? ഇത് മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണെന്ന് മനസ്സിലായി. പക്ഷേ ആക്ച്വലി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയർ എങ്ങനെയാണ് എഴുതാറുള്ളത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി, ദെൻ എ ഇസ് ഓൾറെഡി ഒക്കേർഡ്.
ഇതാണ് ശരിക്കും നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ഇവന്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുന്നുണ്ട്. ബട്ട് അതിന്റെ പ്രോബബിലിറ്റി ഈ രൂപത്തിൽ എഴുതാം. റീസൺ എന്താ? ദേ ആർ ഇൻഡിപെൻഡന്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇതിൽ നിന്നാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. ഈക്വൽ ടു പറയും പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/7 into 1/5. ആൻസർ ബിക്കംസ് 1/35. ഓക്കെ അല്ലേ? ആൻസർ ബിക്കംസ് 1/35. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അപ്പൊ ഇതിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബിയിൽ നമുക്കറിയാം എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്, മറിച്ച് എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് ആണ് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും അതിന്റെ എന്ത് ചെയ്യാൻ പാടില്ല? എ ഇന്റർസെക്ഷൻ ബി 0 എന്ന് എഴുതാൻ പാടില്ല. ഇവിടെ നമുക്ക് ഓൾറെഡി എ ഇന്റർസെക്ഷൻ ബി കിട്ടിയിട്ടുണ്ട്, അത് ഇവിടെ കൊടുന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കാം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. That is equal to probability of A എന്ന് പറഞ്ഞാൽ 1/7 into probability of B എന്ന് പറഞ്ഞാൽ 1/5 minus probability of A intersection B എന്ന് പറഞ്ഞാൽ 1/35. That is equal to 1/7 into 5 എന്ന് പറഞ്ഞാൽ 35 minus 1/35. ഓക്കെ അല്ലേ? സോറി, ഇവിടെ പ്ലസ് കേട്ടോ, ഇവിടെ പ്ലസ്. യെസ്, ഇവിടെ തെറ്റിയില്ലേ? അപ്പൊ ഇവിടെ പ്ലസ് ആണ് വരിക. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 + 7 ദാറ്റ് ഈസ് 12 divided by 35 minus 1/35 equal to 11/35. ഓക്കെ അല്ലേ? ഇതാണ് ഇവിടെ വരുന്ന ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 11/35. ഓക്കെ അല്ലേ? ഏത് കാര്യങ്ങളൊക്കെ റെഡിയാണോ നോക്കട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ലെറ്റ് ഇ ആൻഡ് എഫ് ബി 2 events. ഇയും എഫും രണ്ട് ഇവന്റ്സ് ആണ്. സച്ച് ദാറ്റ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എഫ് തന്നിട്ടുണ്ട്, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദ്യം ഏതാണ്? ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണോ? അപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസിന്റെ കണ്ടീഷൻ നമുക്ക് അറിയാം അല്ലെ? ഇവിടെ എഴുതി നോക്കട്ടോ. പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ 3/10 ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഏതാണ്? ഇ കോമ എഫ് ആർ ഇൻഡിപെൻഡന്റ്. ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണോ എന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിഞ്ഞാൽ മതി? ശ്രദ്ധിക്കട്ടെ, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിഞ്ഞാൽ മതി? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്തായ മതി? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണെങ്കിൽ ഇത് നമുക്ക് എന്താന്ന് പറയാം? ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇതല്ലേ ഇൻഡിപെൻഡൻസിയുടെ കണ്ടീഷൻ വരുന്നത്. അപ്പൊ നോക്കാം, ഇതാ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് നമുക്കറിയാം, അത് 1/5 ആണ്. ഇതിവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു ഇത് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിന് ഈക്വൽ ആവുണ്ടോ നോക്കിയാൽ പോരെ. ഇതാ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3/5 into 3/10. ഓക്കെ അല്ലടാ? ഇവിടെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഉത്തരത്തിന് സെയിം ആണെങ്കിൽ ഇത് നമുക്ക് ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. അപ്പൊ ഈക്വൽ ടു എന്തുണ്ടാവുക നോക്കാം. 3 into 3 എന്ന് പറഞ്ഞാൽ 9/15. 9/15 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ 3/5 അല്ലെ? 9/15 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ യെസ് 3/5. ഓക്കെ അല്ലേ? അപ്പൊ 3/5 ഈക്വൽ ആണോ? ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ. ദാറ്റ് ഈസ് probability of A intersection B not equal to probability of A into probability of B. Therefore A comma B are not independent. A B എന്തല്ല? ഇൻഡിപെൻഡന്റ് അല്ല എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If given 2 events A and B such that ഇവിടെ P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്, P of B തന്നിട്ടില്ല അല്ലേ? P of A യൂണിയൻ ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ഏതാണ്? പിയുടെ വാല്യൂ കാണാൻ. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് എക്സ്ക്ലൂസീവ് ആണെന്നുള്ളത്, രണ്ട് ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ആദ്യത്തേൽ എക്സ്ക്ലൂസീവ് ആണെന്നാ പറഞ്ഞിട്ടുള്ളൂ, ഇൻഡിപെൻഡന്റിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നാമത്തേൽ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ആൻസർ ആക്കുന്നത് ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ അത് 1/2 ആണ്. പിന്നുള്ളത് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ പി ആണ് നമുക്ക് തന്നിട്ടുണ്ട്, സ്മാൾ ലെറ്റർ പി. എന്നിട്ട് പിന്റെ വാല്യൂ കണ്ടെത്താൻ പറയുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് വേറെ കാര്യം തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അത് 3/5 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആക്കുമ്പോൾ എ കോമ ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്.
എ കോമ ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഇന്റർസെക്ഷൻ ബി 0 ആയിരിക്കുന്നു. എ ഇന്റർസെക്ഷൻ ബി 0, അതായത് നൾ സെറ്റ് ആയിരിക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് എനിക്ക് ഒരു കാര്യം കിട്ടി. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി. കാരണം ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്തിട്ടുണ്ടല്ലോ, അത് 0 അല്ലേ. അപ്പൊ നോക്ക്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 3/5 ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി. ഇവിടുത്തെ പിന്റെ വാല്യൂന് സോൾവ് ആക്കാം. അതെങ്ങനെ? പി ഈക്വൽ ടു 3/5 മൈനസ് 1/2. ഓക്കെ അല്ലേ. ദെൻ പി ഈക്വൽ ഇവിടെ ക്രോസ് ചെയ്ത് നോക്കാം. 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 1/10 അല്ലേ. ഓക്കെ, 1/10 അല്ലേ വരിക. 6 മൈനസ് 5 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10. യെസ്, ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, അതായത് പിയുടെ വാല്യൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് മ്യൂച്വലി ഇൻഡിപെൻഡന്റ്. മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ഇങ്ങനെയാണ് രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് അല്ലേ. അപ്പൊ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മളോട് പി ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. പ്രോബബിലിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ അഥവാ നമ്മൾ ചെയ്യുമ്പോൾ പിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യാനുള്ള കാരണം ഒരു പ്രോബബിലിറ്റി ഒരിക്കലും എന്തുണ്ടാവില്ല, നെഗറ്റീവ് ഉണ്ടാവില്ല. ഒരു കാരണവശാലും പ്രോബബിലിറ്റി നെഗറ്റീവ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എഴുതുന്നത് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് അല്ലേ. അപ്പൊ ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ. ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 3/5, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ. അപ്പൊ 1/2 ഇൻറ്റു പി എന്ന് വരും. അപ്പൊ നോക്കിക്കോ, എന്താ പി മൈനസ് 1/2 പി. ഇവിടെ തന്നെ ഉത്തരം കിട്ടിയല്ലോ. 1/2 മൈനസ് പ്ലസ് അല്ലേ. ഒരു ഫുൾ പിയിൽ നിന്ന് ഹാഫ് പി മൈനസ് ചെയ്താൽ ബാക്കി ഹാഫ് പി ഉണ്ടാവും. ദാറ്റ് ഈസ് 3/5. ഇത് ഇങ്ങോട്ട് വരുമ്പോ p/2 ഈക്വൽ ടു 3/5 മൈനസ് 1/2. എങ്ങനെ ഉണ്ടാവുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 മൈനസ് 1 അല്ലേ, ദാറ്റ് ഈസ് 1/10. p/2 ഈക്വൽ ടു 1/10. ഇങ്ങനെ കട്ടായി. അപ്പൊ 5 p ഈക്വൽ ടു 1/5. ഓക്കെ അല്ലേ. പിയുടെ വാല്യൂ 1/5 കിട്ടി. ആദ്യത്തെ കണ്ടീഷനിൽ ഒരു വാല്യൂ, വീണ്ടും പിയുടെ നെക്സ്റ്റ് കണ്ടീഷനിൽ വേറെ വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് എ ആൻഡ് ബി ആർ 2 ഇവന്റ്സ്. എയും ബിയും 2 ഇവന്റ്സ് ആണ്. ഷോ ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. അതിന്റെ മീനിങ് 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് മൈനസ് 1 ഓഫ് പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്നുള്ള മീനിങ്. അതായത് ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് എ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 മൈനസ് പി ഓഫ് എ എന്ന്. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി. അടുത്ത പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ അല്ലേ. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഞാൻ പ്രൂഫ് ആക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ്. ഷോ ദാറ്റ് എന്താണ് പ്രൂഫ് ആക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി. അപ്പൊ ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി എന്നുള്ള ഒരു അർത്ഥമല്ലേ ഇതുള്ളത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ ആണ്, നോക്കട്ടോ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. റെഡി അല്ലേ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ഇനി ഇവിടെ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവന് അടുത്തത് എഴുതി therefore എ കോമ ബി ആർ ഇൻഡിപെൻഡന്റ്. എയും ബിയും എന്ത് ഇവന്റ് ആവണം? ഇൻഡിപെൻഡന്റ് ഇവന്റ് ആവണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല കേട്ടോ. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ബി എനിക്ക് എന്താണ് പ്രൂഫ് ആക്കേണ്ടത് എന്നുള്ള കറക്റ്റ് ധാരണ ഉണ്ടാവണം കേട്ടോ. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. ഓക്കെ അല്ലേ. അപ്പൊ ഇനി ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്, ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്. അപ്പൊ അതിന് ഔട്ട് സൈഡ് എടുക്കും. എന്തെങ്ങനെ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ്
പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു ഇവിടുന്ന് പ്രോബബിലിറ്റി ഓഫ് ബിനെ ഈ ഒരു ടേമിൽ ഞാൻ ഔട്ട് സൈഡ് എടുത്ത ബാക്കി ഇവിടെ ഒരു 1 ഉണ്ടാവും മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഉണ്ടാവും 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലേ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ഈ പ്രോബബിലിറ്റി ഓഫ് എ എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം എന്താ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ എന്നല്ലേ അപ്പൊ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താന്ന് എഴുതാം 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ആണെന്ന് എഴുതാം ഇതാ സെയിം റിസൾട്ട് അല്ലേ അപ്പൊ ഇവിടെ പി ഓഫ് എ ഉണ്ടല്ലോ എനിക്ക് കിട്ടേണ്ടത് പി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലേ അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടുന്ന് ഇതിനൊന്ന് മാറ്റി എഴുതാണ് ഈ പി ഓഫ് എനെ ഞാൻ ഇവിടെ മാറ്റി എഴുതാണ് കാരണം എനിക്ക് ഇവിടെ പി ഓഫ് എ കോംപ്ലിമെന്റ് ഉണ്ട് ഇവിടെയും പി ഓഫ് എ എനിക്ക് ഇതിനൊന്ന് ഔട്ട് സൈഡ് കിട്ടാൻ വേണ്ടിട്ടാ അപ്പൊ ഈ പി ഓഫ് എനെ ഞാൻ ഇങ്ങനെ എഴുതി 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് എഴുതി ഓക്കെ അല്ലേ പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ കോംപ്ലിമെന്റ് ഓക്കെ ആണല്ലോ തിയറി ആണ് കേട്ടോ ഓക്കെ അല്ലേ റെഡി അല്ലേ ഇനി 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ കോംപ്ലിമെന്റ് ഇതിന് പി ഓഫ് എ കോംപ്ലിമെന്റ് ഞാൻ ഔട്ട് സൈഡ് ആക്കി 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഞാൻ പുറത്തേക്ക് എഴുതിയപ്പോൾ ബാക്കി ഉണ്ടാവുന്ന എലമെന്റ്സ് ഏതൊക്കെ ഉണ്ടാവും അവിടെ ഇതിനെ പുറത്ത് എഴുതിയപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടാവും പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇവിടെ മൈനസ് ഈ മൈനസിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് പ്ലസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും മൈനസ് ആക്കേണ്ടി വരും അല്ലേ ഇതാ പി ഓഫ് ബി 1 മൈനസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 മൈനസ് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് റെഡി അല്ലേ എന്നല്ലേ നമ്മളോട് പ്രൂഫ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഹെൻസ് പ്രൂവ്ഡ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2 balls drawn at random with replacement from a box contain 10 black 8 red balls find the probability that both are black ഇവിടെ കണ്ടെത്തേണ്ട പ്രോബബിലിറ്റി രണ്ടും ബ്ലാക്ക് ആവാനുള്ളത് അടുത്തത് ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ് ആദ്യത്തെ കാർഡ് ബ്ലാക്ക് ആവണം പിന്നെ റെഡ് ആവണം അടുത്ത പ്രോബബിലിറ്റി അതാ കണ്ടെത്തേണ്ടത് മൂന്നാമത്തേത് 1 of them black and other is red ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ കൂടി അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് റീപ്ലേസ്മെന്റ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണോ നോക്കാം കേട്ടോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് തോന്നുന്നു ചെയ്തത് സെയിം പ്രോബ്ലം ആണ് റിപ്പീറ്റ് ചെയ്ത പ്രോബ്ലം ആണ് ആഫ്റ്റർ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്നുള്ള ഒരു ഡിസ്കഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് അപ്പോ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ ഇതാണ് ബോക്സിന്റെ ഉള്ളിൽ a box contains 10 black box contains 10 black and 8 red 10 black and 8 red balls find the probability that both are red അതായത് here 2 cards are drawn 2 balls ഇല്ലേ here 2 balls are drawn ഒന്നാമത്തെ ഇവന്റ് എഴുതി the events first one റെഡ് കാർഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി A2 എന്ന് പറയുന്ന ഒരു ഇവന്റ് എഴുതി ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓക്കെ അല്ലേ ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി റെഡ് കാർഡ് കിട്ടാനുള്ളത് അപ്പോൾ ബോത്ത് ആർ റെഡ് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ ആൻസർ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ആർ റെഡ് രണ്ടും റെഡ് കാർഡ് ആവണം അപ്പോൾ എങ്ങനെ ഉണ്ടാവുക probability of first card is red and second card is red എന്നുള്ള probability of A1 intersection A1 തന്നെ ഫസ്റ്റും സെക്കൻഡ് ഒക്കെ റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി അപ്പൊ ഇങ്ങനെ എഴുതാം ഫസ്റ്റ് കാർഡ് റെഡ് ആൻഡ് സെക്കൻഡ് കാർഡ് റെഡ് ആവണ്ടേ അപ്പൊ ഫസ്റ്റ് കാർഡ് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 8/10 വിത്ത് റീപ്ലേസ്മെന്റ് ആണല്ലോ വരുന്നത് നോക്കിട്ടോ വിത്ത് റീപ്ലേസ്മെന്റ് അല്ലേ യെസ് വിത്ത് റീപ്ലേസ്മെന്റ് അല്ലേ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട അതേപോലെ തന്നെ വീണ്ടും 8/10 ഉണ്ടാവും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കട്ടായാൽ 4/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 16/25 ഇതാണ് ബോത്ത് റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കുഴപ്പമില്ലല്ലോ രണ്ടാമത്തത് ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് സെക്കൻഡ് ഈസ് റെഡ് ഫസ്റ്റ് ബ്ലാക്ക് പിന്നെ റെഡ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ കണ്ടെത്തേണ്ടി ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് റെഡ് ഇങ്ങനെയാണ് വരേണ്ടത്
അപ്പോൾ എങ്ങനെയാണ് എഴുതുക? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബ്ലാക്ക് കിട്ടണം. അപ്പോൾ ഇതാണ് അല്ലേ, ആദ്യം A2 വരണം, പിന്നെ A1 വരാൻ പാടുള്ളൂ. അങ്ങനെയല്ല, ആദ്യം ബ്ലാക്ക് പിന്നെ റെഡ് അല്ലേ വരണ്ടേ? അപ്പൊ ആദ്യം ബ്ലാക്ക് വരാനുള്ള പ്രോബിലിറ്റി എന്താ? വിത്ത് റീപ്ലേസ്മെന്റ് ആട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചോ, വിത്ത് റീപ്ലേസ്മെന്റ്, മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ച്. റെഡി അല്ലേ? അപ്പൊ ആദ്യത്തെ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി, ഫസ്റ്റ് കാർഡ് ഈസ് ബ്ലാക്ക്, ഇതാ 10/18. ഫസ്റ്റ് കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി 10/18. ഓക്കെ അല്ലേ? നമുക്ക് എഴുതാം. ഫസ്റ്റ് കാർഡ് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ടോട്ടൽ ഇവിടെ എത്ര ഉണ്ട്? ടോട്ടൽ 18 കാർഡ്സ് കേട്ടോ. ടോട്ടൽ 18 കാർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആദ്യത്തെ കാർഡ് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. ആദ്യത്തെ റെഡ് കിട്ടാനുള്ളത് 8/18 ഇൻറ്റു വീണ്ടും 8/18. ഇത് നമുക്ക് കട്ട് ചെയ്യാലോ. അവിടെ ഇങ്ങനെ 4/9 കിട്ടിക്കോളും, ഇവിടെയും 4/9 ആയിക്കോളും. അപ്പൊ എന്തുണ്ടാവുക? 4 × 4 എന്ന് പറഞ്ഞാൽ 16/81. ഇതാണ് രണ്ട് കാർഡും റെഡ് ആവാനുള്ള പ്രോബിലിറ്റി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് റെഡ്. ഇങ്ങനല്ലേ, ആദ്യത്തെ കാർഡ് ബ്ലാക്ക് പിന്നെ റെഡ് കിട്ടണ്ട. അപ്പൊ ആദ്യത്തെ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി, ഇവിടെ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ട്? 10 ബ്ലാക്ക് കാർഡ് ഉണ്ട്. അപ്പൊ 10/18 ഇൻറ്റു രണ്ടാമത്തെ റെഡ് ആവണം, വിത്ത് റീപ്ലേസ്മെന്റ് ആയിട്ട് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെഡ് ആവാനുള്ള പ്രോബിലിറ്റി 8/18. ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 5/9, ഇത് കട്ടായ 4/9 അല്ലേ? അപ്പോൾ 5 × 4 എന്ന് പറഞ്ഞാൽ 20/81. ഓക്കെ അല്ലേ? ഇനി തേർഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് വൺ ഓഫ് ബ്ലാക്ക് അതർ റെഡ്. വൺ ഓഫ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ് എന്നല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ഇത് ഇവന്റ് ഏതാ? ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ഇവന്റ് A2 അല്ലേ? അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാം. ഒന്നുകിൽ ആദ്യം റെഡ് വരാം ആൻഡ് പിന്നെ ബ്ലാക്ക് വരാം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ആദ്യം ബ്ലാക്ക് വരാം പിന്നെ റെഡ് വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു എഴുതി, കുഴപ്പമില്ലല്ലോ. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ പ്രോബബിലിറ്റി എഴുതിയാൽ മതി, ഡയറക്റ്റ് പ്രോബബിലിറ്റി കിട്ടും. ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 എന്ന് പറഞ്ഞാൽ റെഡ് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 8/18. ഒന്നാമത്തത് 8/18 ഇൻറ്റു രണ്ടാമത്തത് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി 10/18 പ്ലസ് ഒന്നാമത്തത് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെ? ഒന്നാമത്തത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 10/18 ഇൻറ്റു രണ്ടാമത്തത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 8/18. ഇനി ഇതിനെന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കട്ടാക്കാം. 5/9, ഇത് 4/9, ഇവിടെയും 5/9, ദെൻ 4/9. ഓക്കെ അല്ലേ? ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക? 2 × 4 × 5 ഇങ്ങനെ 4 × 5 ഡിവൈഡഡ് ബൈ 9 × 9. കാരണം ഇത് രണ്ടും ഒരേ എലമെന്റ് ആയതുകൊണ്ട് ആഡ് ചെയ്ത് 2 ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ എങ്ങനെ ഉണ്ടാവുക? 40/81. ഇതാണ് എന്ത്? ആദ്യം ബ്ലാക്ക് പിന്നെ റെഡ്, അല്ലെങ്കിൽ വൺ ഓഫ് ദം ബ്ലാക്ക് ഓർ റെഡ് എന്നുള്ള മീനിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഈ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിക്കട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിക്കണം. വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് അതർ ഈസ് റെഡ് എന്നല്ലേ? ഏതെങ്കിലും ഒന്ന് ബ്ലാക്ക് ആവണം, ഏതെങ്കിലും ഒന്ന് റെഡ് ആവണം. അപ്പൊ അത് ആദ്യത്തെ റെഡ് ആവണം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ബ്ലാക്ക് ആവണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം. വൺ ഓഫ് ദം ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആദ്യത്തെ ബ്ലാക്ക് ആവാ പിന്നെ റെഡ് ആവാം, അല്ലെങ്കിൽ പിന്നെ ആദ്യം റെഡ് ആവാ പിന്നെ ബ്ലാക്ക് ആവാം, ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരും. അതാണ് വൺ ഓഫ് ദം എന്നുള്ള മീനിങ്. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യൽ മൾട്ടിപ്ലിക്കേഷൻ തിയർ ആണ്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ ഡിപെൻഡന്റ് ഇവന്റ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കല് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. കാരണം നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും, മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഇനി വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ അത് ഡിപെൻഡന്റ് ഇവന്റ് ആണ്. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു വരും, ടോട്ടൽ എലമെന്റ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ലാസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ സ്റ്റാർ ഇട്ട് വെക്കുക. ഈ ക്വസ്റ്റ്യൻ എയും ബിയും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാണ് ഇൻഡിപെൻഡന്റ്ലി. അവർ തമ്മിൽ ഒരു കണക്ഷൻ ഒന്നും ഇല്ലാതെ ഏതോ ഒരു പ്രോബ്ലം ഇങ്ങനെ ഒരു തലക്കിരുന്ന് സോൾവ് ചെയ്യാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ എഴുതട്ടോ, ഗിവൺ ദ പ്രോബബിലിറ്റി ഓഫ് എ സോൾവ്. എ സോൾവ് ചെയ്ത പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളാട്ടോ. പ്രോബബിലിറ്റി ഓഫ് ബി സോൾവ്. ഇനി ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാലോ, ഇതാ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/4 ആണ് ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം സോൾവ് അല്ലെ?
അപ്പൊ നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ട പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഓഫ് ദം സോൾവ് എന്നോ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി എഴുതാണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു കാര്യം കൂടി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് എന്താ ഉണ്ടാവുക 1/3 × 1/4 ആണ്. കാരണം ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ × പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ അത് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണല്ലോ. ഇൻഡിപെൻഡന്റ് ഇവന്റ് അല്ലേ. അപ്പൊ രണ്ടിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഗിവൺ ആണ്. അപ്പൊ 1/3 × 1/4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ബിക്കംസ് 1/12 ആയി മാറി. റെഡി അല്ലേ. അപ്പൊ അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് സോൾവ്. ബോത്ത് ഓഫ് എ ആൻഡ് ബി സോൾവ്. എയും ബിയും സോൾവ് ചെയ്തു. അപ്പൊ എങ്ങനെ എഴുതുക? എയും ബിയും സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി സോൾവ്ഡ് ഈക്വൽ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ × പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എയും ബിയും സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉത്തരം കിട്ടിയിരിക്കണല്ലേ 1/12 ആണെന്ന് നമുക്കറിയാം. ഇനി പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഇതിൽ ആരെ സോൾവ് ചെയ്തെന്ന് അറിയില്ല, പക്ഷെ പ്രോബ്ലം സോൾവ് ആയിക്കണേ. പ്രോബ്ലം ഈസ് സോൾവ്ഡ്. രണ്ടാൾക്കാർ ഇരുന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഉത്തരം കിട്ടിയിരിക്കണം, പക്ഷെ ആരാ നമുക്കറിയില്ല. അപ്പൊ രണ്ടാമത്തെ നോക്കിട്ടാ പ്രോബബിലിറ്റി ഓഫ് പ്രോബ്ലം സോൾവ്ഡ്. പ്രോബബിലിറ്റി ഓഫ് പ്രോബ്ലം ഈസ് സോൾവ്ഡ്. പ്രോബ്ലം സോൾവ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ എ സോൾവ് അല്ലെങ്കിൽ ബി സോൾവ്, ഇങ്ങനെയല്ലേ വരിക. ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി സോൾവ് എന്നുള്ള മീനിങ് അല്ലേ വരിക. ഏതെങ്കിലും ഒന്ന് സോൾവ് ആയിട്ടുണ്ട് സംഭവം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലടാ. അപ്പൊ നോക്കാം, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞ 1/3 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി 1/3 പ്ലസ് കേട്ടോ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/4 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 1/12. ഇനി ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എങ്ങനെ 4 + 1 7/12 മൈനസ് 1/12 ഈക്വൽ ടു 6/12. ആൻസർ ഈസ് 1/2. ഓക്കെ അല്ലേ, 1/2. Therefore the probability of solved A or B that is equal to 1/2. ഹാഫ് ചാൻസ് ആണ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ. ഒന്നിൽ കൂടുതൽ ഇവന്റുകൾ വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ തിയറം യൂസ് ചെയ്യാം. ആ ഇവന്റുകൾ സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ആയിരിക്കും. അത്രയാണ് ഈ ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലുള്ളത്. ഇനി നമുക്ക് ചെറിയ രണ്ട് ടോപ്പിക്കാണുള്ളത്. ഒന്ന് ബേസ് തിയറം ആൻഡ് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ടോപ്പിക്കാണ് ബെർണോളിസ് തിയറം, ട്രയൽ ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെയുള്ള കോൺസെപ്റ്റുകൾ കറക്റ്റ് ആക്കുക, എപ്പോഴാണ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും ഇൻഡിപെൻഡന്റ് ഇവന്റ് എപ്പോഴാണ് നമ്മൾ സങ്കല്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ബാക്കി എല്ലാ പ്രോബ്ലംസും എന്ത് ചെയ്യുക, നേരിട്ട് വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.